ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയായ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. നമ്മളിന്ന് എള്ളുണ്ടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ആദ്യമായിട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിതവിടെ 1 കപ്പ് നിറയെ വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത എള്ളും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. എള്ളിൽ നല്ലോണം അഴുക്കും അതുപോലെ തന്നെ പൊടിയും ചെളിയെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എള്ള് കഴുകാതെ ഉപയോഗിക്കരുത്. ഒരു 2-3 പ്രാവശ്യം നമ്മൾ 3 വെള്ളത്തിലൊക്കെ കഴുകിയെടുത്താൽ നന്നായിട്ട് വൃത്തിയായി കിട്ടും. പെട്ടെന്ന് തന്നെ എള്ള് കഴുകിയെടുക്കണേ, ഇല്ലെങ്കിൽ നമ്മുടെ എള്ള് കുതിർന്നു പോകും. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ അധികം പെട്ടെന്ന് തന്നെ എള്ളൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് വെള്ളം വാരുന്നതിനായിട്ട് മാറ്റി വെക്കണം കുറച്ച് നേരം. നമുക്ക് എത്രത്തോളം ചെളി അഴുക്ക് നമ്മുടെ എള്ളിലുണ്ടെന്ന് ഇതാ കാണാം. നോക്കൂ, ഇതാ എത്രത്തോളം അഴുക്ക് നമ്മുടെ ഇതിലുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എള്ളിനൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ ഒരു ഓട്ടുരുളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓട്ടുരുളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എപ്പോഴും നല്ല ചൂടായിട്ടിരിക്കും. അപ്പോൾ ഓട്ടുരുളി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് എള്ള് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഒരു 3-4 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ എള്ളിലെ ഈർപ്പം ഒന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നേ. ഇതാ നന്നായിട്ട് ഇനി ഇളക്കി എടുക്കുക. നമ്മുടെ എള്ളിൻ്റെ പരുവെന്ന് പറയുന്നത് എള്ളിങ്ങനെ പൊട്ടി തുടങ്ങുമല്ലോ, ആ പരുവം വരെയാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. ഇപ്പോൾ ഇതാ നോക്കൂ, നമ്മുടെ എള്ളിതാ ഈർപ്പമൊക്കെ പോയി തുടങ്ങി, പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതാ കുറച്ച് നേരം കൂടെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് എള്ളിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് നമ്മുടെ എള്ള് ആവശ്യത്തിന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ നമുക്കിതാ ഒന്നും കൂടി ഒന്ന് വറുത്ത് കൊടുക്കാം. ഈ എള്ള് നമുക്കറിയാം അയൺ കണ്ടൻറ്റ് ഒക്കെ ഉള്ള സാധനമാണല്ലേ. അപ്പോൾ നമ്മുടെ അനീമിയയ്ക്കൊക്കെ എതിരായിട്ട് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് എള്ള്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഭക്ഷണത്തിലൊക്കെ എള്ള് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഈ പരുവം വരെയാണ് നമ്മുടെ എള്ളിനെ വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 അച്ച് ശർക്കര, ഏകദേശം ഒരു 200 ഗ്രാം അളവിൽ ആണ് ശർക്കര നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അപ്പോൾ ദാ നമ്മുടെ ശർക്കര ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ. ഈ ശർക്കര എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രത്യേക കൺസിസ്റ്റൻസിയിലാവുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും നമ്മുടെ ശർക്കര ഇതാ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഈ പരുവം വരെയാണ് നമ്മൾ ശർക്കര ഇപ്പോൾ ഉരുക്കിയിട്ടുള്ളത്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഒരു നൂൽ പരുവം ഉണ്ടല്ലോ, ഒരു നൂൽ പരുവത്തിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി ഉള്ളത്. ഇനി ഇതാ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പെട്ടെന്നായിരിക്കും നമ്മുടെ ശർക്കര ഒരു നൂൽ പരുവാവുക. ഇതാ നന്നായിട്ട് പതഞ്ഞു പൊങ്ങുന്നുണ്ട്. ഈ പത വന്നാൽ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടേയിരിക്കണം എപ്പോഴാണ് ഒരു നൂലാവുന്നതെന്ന്. ഒരു നൂലായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്റ്റേജിൻ്റെ അടുത്തെത്തി. ഇതാ നോക്കൂ, ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കര ഇതാ നൂല് പോലെ വരുന്നത് കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒരു നൂലായിട്ടുണ്ട്. ഇനി നമുക്കിതാ വളരെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ എള്ള് ചേർക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും അടുത്ത് തന്നെ വെച്ചിരിക്കുക. ഇതാ കാണിച്ചു തരാം. നമ്മൾ കുറച്ച് വെള്ളത്തിൽ നമ്മുടെ ശർക്കര പാവിനെ ഇടുമ്പോൾ നമുക്കതിനെ ഒരു ചെറിയ ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പരുവ്. അപ്പോൾ ഇതാ നോക്കൂ, എനിക്കിതാ വെള്ളത്തിലിട്ടുമ്പോൾ ചെറിയ ബോൾ പോലെ ഉരുട്ടാൻ ചെറിയ പ്രയാസമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ദാ ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കര കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള്ള് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരിക്കലും നമ്മൾ മുഴുവനായിട്ടും എള്ള് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ശർക്കര പാനി കൂടുതലാണല്ലോ എന്ന്. ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവം എന്ന് ഒരു കപ്പ് എള്ളിന് ഏകദേശം 200 ഗ്രാം ശർക്കര ചേർത്ത് കൊടുത്താൽ കറക്റ്റായിരിക്കും. ഇത് നമ്മൾ തണുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടാൻ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതാ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മുടെ ശർക്കര പാനിയെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതാ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ ചെറിയ
ചൂട് മാത്രമേ ഇതൊന്ന് മാറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ചൂടോടുകൂടെ മാത്രമാണ് നമ്മുടെ എള്ളുണ്ടയെ ഉരുട്ടിക്കഴിഞ്ഞാൽ ഷേപ്പ് കിട്ടുള്ളൂ. ഇത് നമ്മുടെ കൈക്ക് ചൂട് താങ്ങാൻ നല്ല കഴിവുള്ളതാണെങ്കിൽ മാത്രമാണ് ഉരുട്ടുള്ളൂ. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്തായാലും. അപ്പോൾ തീരെ പറ്റാത്തവരാണെങ്കിൽ മാത്രം ഗ്ലൗസ് ഉപയോഗിച്ച് ഉരുട്ടിയെടുക്കുക. നമുക്ക് നല്ല ചൂടിൽ ഉരുട്ടിയാൽ മാത്രമാണ് ഇത് റൗണ്ട് ഷേപ്പിൽ കിട്ടുള്ളൂ. നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മളതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോരോ നമ്മുടെ എള്ളുണ്ടകളെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ വിലയേറിയ സമയം ഉപയോഗിച്ച് എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.